നടി കേസിൽ 1718 പേജുകളുള്ള വിധിന്യായം പുറത്തു വന്നിരിക്കുകയാണ്. ഈ വിധിന്യായം വായിക്കുന്നവർക്ക് എല്ലാവർക്കും എന്തുകൊണ്ടാണ് ദിലീപ് കേസിൽ പ്രതിയല്ലാതായത് എന്ന് കൃത്യമായി മനസ്സിലാകും. വളരെ കൃത്യമായി പഠിച്ച് വാദിഭാഗം നിരത്തിയ പ്രതിഭാഗം നിരത്തിയ ഓരോ ആർഗ്യുമെൻസും കൃത്യമായി അനലൈസ് ചെയ്ത് അതിൻ്റെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് അതനുസരിച്ച് നിയമപരമായവ എടുത്തും അല്ലാത്തവ എടുക്കാൻ പറ്റാത്തവ ചൂണ്ടിക്കാണിച്ചുമാണ് കോടതി വിധി എഴുതിയിരിക്കുന്നത്. ഇത് വളരെ നല്ല രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വിധിന്യായമാണ്. ഈ വിധിന്യായം വായിച്ചാൽ വിനു വി ജോണിനും ജയശങ്കറിനുമൊന്നും ഇനി സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതാണ്. കാരണം അവരിൽ സാമാന്യബോധം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ജഡ്ജ്മെൻറ്റ് അവർ നന്നായി വായിച്ച് പഠിക്കട്ടെ, അതിനുശേഷമാകാം അടുത്ത സംശയങ്ങൾ. എന്നിരുന്നാലും ഈ വിധിന്യായത്തിൽ കൊടുത്തിരിക്കുന്ന പ്രതികൾക്ക് കൊടുത്തിരിക്കുന്ന ശിക്ഷ അത് 1, 2, 3 പ്രതികൾക്ക് ജീവപര്യന്തമാക്കാമായിരുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു. കാരണം അവർക്കും സമൂഹത്തിനും അത് വലിയൊരു പാഠമായേനെ. കാരണം ഇത്രയും ഹീനമായ ഒരു കൃത്യം ചെയ്യാനായിട്ട് ഇതിനു മുമ്പ് ശ്രമിച്ചവനാണ് പൾസർ സുനി. അതുകൊണ്ട് തന്നെ അയാൾ കൂടുതൽ ശിക്ഷ അർഹിക്കുന്നവനാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇത്രയും കൃത്യമായി ഇത്രയും വിശദമായി ഓരോ പോയിന്റും എടുത്ത് നന്നായി പഠിച്ച് അതിനെ അനലൈസ് ചെയ്ത് ഇത്രയും വിശദമായ ജഡ്ജ്മെൻറ്റുകൾ സാധാരണ കാണാറില്ല. അത്രയും വിശദമായ ഒരു ജഡ്ജ്മെൻറ്റ് തയ്യാറാക്കിയ ജഡ്ജി അഭിനന്ദനം അർഹിക്കുന്നു. അതോടൊപ്പം അവൾക്കൊപ്പം എന്ന ക്യാമ്പയിനുമായി ദിലീപിനെ തൂക്കിക്കൊന്നാലേ തൃപ്തിയാകൂ എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഈ ജഡ്ജ്മെൻ്റ് ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ മനസ്സിലാകും എങ്ങനെയൊക്കെയാണ് ദിലീപ് പ്രതിയായതെന്ന്. എത്ര സംശയമുണ്ടായാലും അത് തെളിവിന് പകരമാകില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത ലെറ്ററെല്ലാം ഇതിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കിയ സന്ദർഭങ്ങൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ചില ഭാഗങ്ങളുമുണ്ട്. എനിക്ക് തോന്നുന്നു പ്രതിഭാഗം CRPC 340 പ്രകാരം അങ്ങനെ കള്ളത്തെളിവുണ്ടാക്കിയതിന് കേസ് കൊടുക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന്. മറ്റ് ദിലീപ് കൊടുക്കുന്ന കേസിന് പുറമേ ആയിരിക്കാം അത്. ഏതായാലും ഈ വിശദമായ ജഡ്ജ്മെൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, എൻ്റെ ഇന്നുവരെയുള്ള അറിവ് വെച്ച് തോന്നിയത്, ഉപരി കോടതികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇതിൽ കൂടുതലായി ഒന്നും മാറ്റം വരുത്താനുണ്ടാകില്ല എന്നത് തന്നെയാണ്. അതാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയും വിശദമായ ഒരു ജഡ്ജ്മെൻറ്റ് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല എന്ന് പറയാം. അത്രയും വിശദമായ രീതിയിൽ ഓരോ കാര്യങ്ങളും പഠിച്ച് ഓരോ കാര്യങ്ങൾക്കും വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും കാര്യങ്ങൾ ഫാക്ട്സ് വിശകലനം ചെയ്ത് അതിൽ സ്വീകരിക്കാവുന്നവ മാത്രം സ്വീകരിച്ച് നിയമപരമായി സ്വീകരിക്കാവുന്നവ മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന വളരെ കൃത്യമായ ഒരു വിധിന്യായമാണിത്. അതുകൊണ്ട് തന്നെ കോടതിയെ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു.